ഹായ് ഓൾ. സമ്പത്തിനെ ആകർഷിക്കാൻ സമൃദ്ധിയുടെ മനോഭാവം നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാം? ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കത് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ കുടുംബത്തെയും കൂട്ടി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാനായി പോകുന്നു. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബില്ല് ലഭിക്കുന്നു. സ്റ്റാർ ഹോട്ടലായതുകൊണ്ട് തന്നെ മോശമല്ലാത്തൊരു തുക തന്നെയുണ്ട് ബില്ലിൽ. എന്താണ് നിങ്ങൾക്കപ്പോൾ അനുഭവപ്പെടുന്നത്, തോന്നുന്നത്? പണമൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുടുംബവുമായി ഒന്നിച്ച് കുറച്ച് നല്ല നിമിഷങ്ങൾ പങ്കുവച്ചതിൻ്റെ സന്തോഷമാണോ, അതോ അത്രയും വലിയ തുക ചെലവഴിച്ചതിൻ്റെ നിരാശയും വിഷമവുമാണോ? മറ്റൊരു ഹോട്ടലിൽ പോയിരുന്നെങ്കിൽ കുറഞ്ഞ തുകയ്ക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാമായിരുന്നെന്ന കുറ്റബോധമാണോ? ഭൂരിപക്ഷം പേരുടെയും മനസ്സിൽ രണ്ടാമത്തെ ചിന്തയായിരിക്കും വരുന്നത്. ഫലമോ? എപ്പോൾ പണം ചെലവഴിച്ചാലും ആദിയായിരിക്കും. കയ്യിലുള്ള പണം തീർന്നു പോകുമെന്ന ഉത്കണ്ഠ കാരണം ജീവിതത്തിലെ നല്ല നിമിഷങ്ങളും തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നത്? അതിന് കാരണം സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മനുഷ്യൻ്റെ തലച്ചോറ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവൻ്റെ നിലനിൽപ്പിലാണ്. അതായത് നമ്മെ സന്തോഷത്തോടെ സൂക്ഷിക്കുന്ന രീതിയിലല്ല മനസ്സിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പകരം നമ്മെ ഈ ലോകത്ത് നിലനിൽക്കാൻ സഹായിക്കുന്ന രീതിയിലാണ്. നിരവധി പ്രതികൂല സാഹചര്യങ്ങളുടെ പടവെട്ടിയായിരുന്നല്ലോ ആദ്യകാല മനുഷ്യരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ മനസ്സ് ആദ്യം ശ്രദ്ധിക്കുന്നത് നമുക്ക് ഹാനികരമായ കാര്യങ്ങളിൽ മാത്രമാണ്. അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രതികൂല കാര്യങ്ങളെ കൂടുതൽ മോശമായ രീതിയിലായിരിക്കും മനസ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ നിരന്തര പരിശ്രമത്തിലൂടെ ബ്രെയിൻ പ്രോഗ്രാമിംഗ് നടത്തി ഇതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. അതിന് ഇനിയും വൈകിക്കൂടാ. ആഗ്രഹിക്കുന്ന സമ്പത്ത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഇല്ലായ്മയുടെ മനോഭാവം മാറ്റി സമൃദ്ധിയുടെ മനോഭാവത്തിൽ എത്തേണ്ടതുണ്ട്. പരിമിതികളിൽ നിന്നും ഇല്ലായ്മകളിൽ നിന്നും മോചനം നേടി സമൃദ്ധിയുടെ മനോഭാവത്തിലേക്ക് എത്തി നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള വളരെ പവർഫുള്ളായ ടെക്നിക്ക് ഇനി പറയാം. എന്താണ് നിങ്ങളുടെ സമൃദ്ധിയുടെ മനോഭാവം എന്ന് നോക്കാം. ഈ പ്രപഞ്ചം അനന്തമാണ്. ഈ പ്രപഞ്ചത്തിലെ സാധ്യതകളും എല്ലാവരും ആഗ്രഹിക്കുന്ന സമ്പത്ത് സ്വന്തമാക്കാനുള്ള വിഭവങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിന് നാം ഈ പ്രപഞ്ചശക്തിയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ വിശ്വാസമുള്ളിൽ വളർത്തിയെടുക്കുകയാണ് സമൃദ്ധിയുടെ മനോഭാവം വളർത്താനുള്ള ആദ്യപടി. കുറച്ചുപേർ സമ്പത്തുണ്ടാക്കിയാൽ തീർന്നു പോകുന്നതല്ല പ്രപഞ്ചത്തിലെ സമൃദ്ധി. മറ്റൊരാൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങളുടെ അവസരം കുറഞ്ഞു പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇല്ലായ്മയ്ക്കും പരിമിതിക്കും അസൂയയ്ക്കും സ്വാർത്ഥതയ്ക്കുമൊന്നും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകരുത്. നിങ്ങൾ ഇല്ലായ്മയുടെ മനോഭാവത്തിലാണോ അതോ സമൃദ്ധിയുടെ മനോഭാവത്തിലാണോ ജീവിക്കുന്നതെന്നറിയാൻ വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗമുണ്ട്. അതായത് ഇല്ലായ്മയുടെ മനോഭാവമുള്ളവർ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളിലായിരിക്കും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തനിക്ക് ലഭ്യമായ സൗഭാഗ്യങ്ങൾ കാണാതെ മറ്റുള്ളവർക്കുള്ള കാര്യങ്ങൾ തനിക്ക് എന്തുകൊണ്ട് ഇല്ല എന്നോർത്ത് എല്ലായ്പ്പോഴും ആശങ്കാലുരായിരിക്കും. അവർക്ക് ദീർഘകാല കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കില്ല. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരുടെ മനസ്സ് കുരുങ്ങിക്കിടക്കുന്നു. ഇനി സമൃദ്ധിയുടെ മനോഭാവമുള്ളവർ തങ്ങൾക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുന്നവരായിരിക്കും. തങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളിൽ അവർക്ക് നന്ദിയുണ്ടാകും. ഭയവും ആശങ്കയുമില്ലാതെ സമാധാനത്തിലും സന്തോഷത്തിലും നന്ദിയുടെ വികാരത്തിലുമാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ഭാവിയെക്കുറിച്ച് മികച്ച പദ്ധതികളും ഗോളുകളും ഉണ്ടാകും. അതായത് സമൃദ്ധിയിൽ ജീവിക്കുന്നവർ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയയോ ഭയമോ ഇല്ലാതെ കൂടെയുള്ളവരുടെ വിജയം ആഘോഷിക്കുന്നു. കാരണം അവർക്കറിയാം മറ്റൊരാൾ വിജയിച്ചതുകൊണ്ട് തനിക്ക് അർഹതപ്പെട്ടത് ലഭിക്കാതിരിക്കില്ലെന്ന്. സമൃദ്ധിയിൽ ജീവിക്കുന്നവർ തനിക്ക് ലഭിച്ചതിൻ്റെ ഒരു പങ്ക് സമൂഹത്തിന് തിരിച്ചു കൊടുക്കുന്നവരായിരിക്കും. അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താല്പര്യവും കാണിക്കും. അത് പണം തന്നെയാകണമെന്നില്ല. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സമയവും ഊർജവും ചെലവിടുന്നത് സാമൂഹ്യ സേവനം തന്നെയാണ്. ഇല്ലായ്മയുടെ മനോഭാവമുള്ളവർ ചിന്തിക്കുന്നത് ചാരിറ്റിയൊന്നും ചെയ്യാൻ മാത്രം താൻ വളർന്നിട്ടില്ല എന്നായിരിക്കും. സമൃദ്ധിയുടെ മനോഭാവമുള്ളവർ ഈ നിമിഷത്തിൽ ജീവിക്കുന്നവരും വളരെ സന്തോഷം ഉള്ളവരുമായിരിക്കും. അവർ ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരോ ഭാവി കാലത്തെ ഓർത്ത് ആശങ്കപ്പെടുന്നവരോ ആയിരിക്കില്ല. ഇനി നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾക്ക് സമൃദ്ധി മനോഭാവത്തോടെ ജീവിക്കണമോ അതോ ഇല്ലായ്മയുടെ മനോഭാവത്തിൽ ജീവിക്കണമോ എന്ന്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ഇനി അങ്ങോട്ട് ഈ അധ്യായത്തിൻ്റെ ബാക്കിയായി ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.